നമസ്കാരം അമ്മേ. അമ്മയെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? നമസ്കാരം. ഞാൻ സത്യവതി. മഹാവതാർ ബാബാജിക്കും മാതാജിക്കും സ്വാമി സമർത്ഥിനും സുനിത മാഡത്തിനും എൻ്റെ കോടി കോടി പ്രണാമം. ഞാൻ BMCയിലൂടെയാണ് ഇത് അറിഞ്ഞതാദ്യം. അതിനാൽ സീമാജിക്കും എൻ്റെ കോടി കോടി പ്രണാമം. ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങിൽ എൻ്റെ മൂത്ത മകളുടെ കൂടെയാണ് ഞാൻ താമസം. അമ്മ എങ്ങനെയാണ് ALCയെ പരിചയപ്പെട്ടത്? പിന്നെ മാഡം തിരുവനന്തപുരത്ത് വന്നപ്പോൾ അമ്മയ്ക്കുണ്ടായ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ BMCയിലാണ് 3-4 വർഷം കൊണ്ട് ഉള്ളത്. BMCയിലെ സീമാജിയാണ് ഇത് സുനിത മാഡത്തിനെ പരിചയപ്പെടുത്തിയത്. അതിനുപരി അത് കണ്ടു എന്നല്ലാതെ ഞാൻ അതിലോട്ട് വന്നില്ല. എൻ്റെ മോള് രേഖയാണ് ഇതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അവൾ പറഞ്ഞു ഇത് ചെയ്യണം, ഇതാണ് നല്ലതെന്നല്ല, ഇത് കൊള്ളാം, ഇതമ്മ ചെയ്യണം എന്ന് പറഞ്ഞത്. അങ്ങനെ അന്ന് മുതലെന്ന് വെച്ചാൽ സുനിത മാഡം ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് മാഡം വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? തിരുവനന്തപുരത്ത് മാഡം വന്നപ്പോൾ കാണണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം മോള് പറഞ്ഞ് എല്ലാവരും അവിടെ വരണം, കാണാൻ പറ്റും, പിന്നെ മാഡവുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിയായ മോഹം ഉണ്ടായിരുന്നു. ഞാൻ വരാൻ ആഗ്രഹിച്ചു. അങ്ങനെ വന്നു. അപ്പം മാഡം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ചെയ്ത് തുടങ്ങിയതിന് ശേഷം അമ്മയുടെ ആരോഗ്യപരമായിട്ടുണ്ടായ മാറ്റങ്ങൾ എന്താണെന്നൊന്ന് ഷെയർ ചെയ്യാമോ? അലാറം വെച്ച് എഴുന്നേക്കാൻ തുടങ്ങി, ചെയ്യാനും തുടങ്ങി. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റി. ആ സമയത്ത് 2:30 മണിയാകുമ്പോൾ ഞാൻ ഉണരും കറക്റ്റിന്. എന്തേ വിളിച്ചുണർത്തുന്നത് പോലെ ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കും, ചെയ്യും. പിന്നെ ഇടയ്ക്കൊക്കെ ശകലം ഉറങ്ങിപ്പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്കൊരു വിഷമമുണ്ട്. അത് പരിഹരിച്ച് ചെയ്യാൻ ഇതുവരെ ഒക്കുന്നുമില്ല. 1-2 ദിവസം കണ്ട് അത് പരിഹരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇടയ്ക്കൊന്നും ഉറങ്ങിപ്പോകും. എന്നാലും ഞാൻ മസ്റ്റായിട്ട് എഴുന്നേറ്റതിന് ശേഷം ഈ 2:30 മണി തൊട്ട് ഞാൻ പ്രസൻ്റായിരിക്കും. പിന്നെ അതിൽ നിന്ന് എനിക്ക് മൊത്തത്തിൽ, എനിക്കിപ്പോൾ 81 വയസ്സായി, പക്ഷേ മൊത്തത്തിൽ എനിക്ക് ആരോഗ്യം ഉണ്ട്. വലിയ കുഴപ്പങ്ങളില്ലാതെയൊക്കെ എനിക്ക് പോകാനും വരാനും ഒക്കെ പറ്റുന്നുണ്ട്. എല്ലാ ആഴ്ചയും ഒരു ക്ലാസ്സിന് പോകും, ഒരു അമ്പലത്തിൽ വേദ ക്ലാസ്സിന്. അതിനും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ അടുത്ത സമയത്ത് എൻ്റെ മോളും 2 മക്കളും ഞങ്ങളെല്ലാവരും കൂടെ, അനിയത്തിയുടെ മോനും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, മാഡത്തിനെ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും എല്ലാം. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടൂർ അറേഞ്ച് ചെയ്തു. കൊട്ടിയൂർ പോയിരുന്നു 8-ാം തീയതി. അത് കഴിഞ്ഞിട്ട് തിരുവണ്ണാമലയിൽ പോകാൻ പറ്റി. അവിടെ സ്കന്ധാശ്രമത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് കണ്ടതിന് ശേഷമാണ് സ്കന്ധാശ്രമത്തിൽ ഒരു നിമിഷം, സ്കന്ധാശ്രമത്തിലോട്ടുള്ള അനുഭവം എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഇതിൽ നോക്കിയാൽ സ്കന്ധാശ്രമത്തിൽ പോകാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങി. അപ്പോൾ എന്താ ദൂരമൊന്നും അറിയത്തില്ല, എങ്ങനെ പോകാൻ പറ്റുമെന്നും അറിയത്തില്ല, പറഞ്ഞു കേട്ടൊരു അറിവ് പോലും എനിക്കില്ല. ഞാനവിടെ ചെന്ന് കണ്ടു, വഴി കണ്ടു, എല്ലാവരും കയറി, ഞങ്ങളും കയറി കുറച്ച് ദൂരം ചെന്നപ്പോൾ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടും. കയറി ഇറങ്ങിയുള്ള ഒരു റോഡാണ്. അവിടെ കല്ലാണ് അവിടെ പതിച്ചിരിക്കുന്ന പോലെ, മല പോലെ ആണ് അത്. കുറച്ച് ഇരിക്കും. പിന്നെ 2 മക്കളും കൂടെ കയ്യിൽ 2ലും പിടിച്ച് കയറ്റി എന്തായാലും എനിക്ക് ആ ആശ്രമത്തിൽ പോയി ഇരിക്കാൻ പറ്റി. അവിടെ ഇരുന്നു ഞാൻ ഭഗവാന്റെ അടുത്ത്. എന്നിട്ട് തിരിച്ചിറങ്ങാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് അവിടെ നിന്ന് തിരിച്ചെത്താനും
വരാനും പറ്റിയത് ഈ മെഡിറ്റേഷൻ്റെ ഒരു ശക്തി കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ പരിക്രമ എന്ന് വെച്ചാൽ ഗിരിവലയം ചെയ്തു. അതും നടത്തി വരാൻ പറ്റി. അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഈ തമിഴ്നാട്ടിലോട്ടൊരു ടൂർ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മൾ പോയിരുന്നു. അപ്പോൾ അതിന് ശേഷം ക്ഷീണോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒരു ക്ഷീണമോ ഒരു വിഷമങ്ങളോ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. ഒരുപാട് അമ്പലങ്ങളിൽ വേറെ പോയി. വരാഹമൂർത്തിയുടെ അമ്പലം, പിന്നെ തൃച്ചിയിൽ ജഗന്നാഥപുരി ശ്രീരംഗത്ത് പോയിരുന്നു. അവിടെ പോയി. പിന്നെ സമയപുരം, പിന്നെ പുരി ജഗന്നാഥ, അങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങളിൽ പോകാനും കാണാനും എല്ലായിടത്തു നിന്നും ദർശനം കിട്ടുകയും ചെയ്തു. അതൊക്കെ എനിക്കൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. എങ്ങും ചെന്നിട്ടും കിട്ടാതിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഒരു മഹാഭാഗ്യം. ഞാനതെല്ലാം ഇതിൽ കൂടി കിട്ടിയതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. 2-3 ദിവസമായി സ്ഥിരമായിട്ട് യാത്രയിലായിരുന്നിട്ട് കൂടി ആരോഗ്യത്തിന് വളരെ ബുദ്ധിമുട്ടില്ലാതെ എല്ലാ ക്ഷേത്രങ്ങളിലും പെട്ടെന്ന് തന്നെ നമുക്ക് സാധാരണ നോർമൽ ആൾ സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിച്ച് പോകാനുള്ളൊരു ധൈര്യം ഉണ്ടായത് മെഡിറ്റേഷനിലൂടെയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കൊളസ്ട്രോളുണ്ട്, ഇപ്പോൾ ഹാർട്ടിന് പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിലാണ് ഞാൻ പോയത്. ഹാർട്ടിൻ്റെ മരുന്നും കഴിച്ചുകൊണ്ടാണ് ഞാൻ പോണത് തന്നെ തിരുവണ്ണാമലയിൽ. എനിക്ക് ഒരു ഭയവും തോന്നിയില്ല. എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഇങ്ങനെ ഒരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു. നോർമൽ കോഴ്സിൽ പോകണക്ക് ഞാൻ പോയേച്ചു. ഇന്ന് പോയി രാത്രി 8 മണിക്ക് എത്തി, പിറ്റേന്ന് രാവിലെ 5 മണി കഴിയുമ്പോൾ പോവുകയാണ്. എനിക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. എനിക്ക് മറ്റൊരു തോന്നലുകളും ഉണ്ടായില്ല. ഞാൻ നോർമലായിട്ടുള്ള രീതിയിൽ എനിക്ക് പോകാനും വരാനും ഒക്കെ സാധിച്ചു. തിരിച്ച് നാട്ടിലെത്താനും സാധിച്ചു. അതിൽ കോടി പ്രണാമം എൻ്റെ സുനിതാ മാഡത്തിന്. ഈ നാട്ടിലെത്തിയതിന് ശേഷം അതുമായിട്ട് ഇപ്പോൾ യാത്ര, നമ്മളിപ്പോൾ ഒരു ദൂരെ യാത്ര ചെയ്താൽ നോർമലി നമുക്ക് 2-3 ദിവസം പിന്നെ ദേഹം വേദന അല്ലെങ്കിൽ പനി, ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്? എനിക്കൊരു ജലദോഷമില്ല, ഒരു പനിയില്ല, എനിക്കൊന്നും വന്നില്ല. ഞാനൊരു മാസ്ക് പോലും വെച്ചില്ല. അത്രയും എനിക്ക് ആരോഗ്യം തന്നെയാണ് ആയിരിക്കുന്നത്. പിന്നെ അമ്മയ്ക്ക് ഡയബറ്റിക്സ് അസുഖം ഏകദേശം ഒരു 40 വർഷത്തോളം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ എങ്ങനെയാണ് അത് കൺട്രോൾ ആയോ അതോ ഇൻസുലിൻ കുത്തിവെക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് മെഡിറ്റേഷനിലൂടെ എത്രത്തോളം അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു പറയാൻ പറ്റും? അത് 40 വയസ്സിൽ എനിക്ക് അസുഖം തുടങ്ങി. അതിനുശേഷം ഇത്രയും നാളായി ഞാൻ ഇൻസുലിൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ ഈ ഗുളികകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നല്ലതുപോലെ എൻ്റെ ആഹാരം കൺട്രോൾ ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് ഇതുവരെയും വന്നില്ല. അതെല്ലാം എനിക്ക് ഈ മെഡിറ്റേഷനിലൂടെ ഉള്ള ശക്തിയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പൂർണ്ണമായും. വീണ്ടും അമ്മയ്ക്ക് മാഡത്തിനെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. മാഡം തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് ഞാനും എൻ്റെ മോളും അനിയത്തിയുടെ മോന് എല്ലാവരും കൂടെ ഞങ്ങൾ പോയിരുന്നു മാഡത്തെ കാണാൻ. അങ്ങനെ അവിടെ വെച്ച് കണ്ണറിയെ കണ്ടു. ഇനി മാഡം തിരുവനന്തപുരത്ത് വരണം, ഇനി ഞങ്ങൾക്ക് കാണണം, ഞങ്ങളോടൊപ്പം മാഡം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അമ്മയ്ക്ക് ALCയിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന് വരെ മെഡിറ്റേഷൻ മുടങ്ങിയിട്ടില്ല അല്ലേ? അങ്ങനെയല്ലേ? ചില അത്യാവശ്യ ദിവസങ്ങളിൽ മാത്രം അല്ലെങ്കിൽ കറക്റ്റ് 2:30 മണിക്ക് എഴുന്നേൽക്കും. അത് നമ്മളെല്ലാം കാണുന്നുമുണ്ട് യൂട്യൂബിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊരു സൈൻ വരും രാവിലെ. അങ്ങനെ അറിയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, മെഡിറ്റേഷന് പങ്കെടുക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ എക്സ്പീരിയൻസ് വെച്ച് എന്താണ് ജനങ്ങളോട് ALCയെ പറ്റി പറയാനുള്ളത്? അത് എനിക്ക് പറയാനുള്ളത് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാനസികമായും ശാരീരികമായും നല്ല വ്യത്യാസങ്ങളുണ്ടാകും. ഇത്രയും നേരം അമ്മയുടെ എക്സ്പീരിയൻസ് ALCയോടൊപ്പം ഷെയർ ചെയ്തതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതെ, എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്.
ആദ്യമായി ഞാൻ ബാബാജിക്കും മാതാജിക്കും സ്വാമി സമർത്ഥനും സുനിതാ ദീദിക്കും മറ്റുള്ള എല്ലാ ഗുരു പരമ്പരകൾക്കും എൻ്റെ കോടി കോടി പ്രണാമം അർപ്പിക്കുന്നു. നന്ദി അമ്മ.